ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാവിത്രി. ഞാൻ കുടുംബശ്രീ സംസ്ഥാനതല റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ കില എന്ന് പറയുന്ന സ്ഥാപനത്തിലെ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. സ്ത്രീ ശാക്തീകരണം എന്ന ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? പലപ്പോഴും പല ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ ഭർത്താവ്, അല്ലെങ്കിൽ കുടുംബം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിങ്ങനെ പല ഉത്തരങ്ങളും നമുക്ക് ലഭിക്കാറ്. അപ്പൊ നമ്മൾ അവളോട് മറ്റൊരു ചോദ്യം ചോദിക്കാറ്: നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ ആരും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും വേണ്ടത് സെൽഫ് ലവ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് സെൽഫ് ലവ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. സ്വയം സ്നേഹിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, അതിനുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നതാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സമയം കണ്ടെത്തുക എന്നത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. അത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ദിവസവും നമുക്ക് 24 മണിക്കൂറുണ്ട്. പക്ഷെ അതിലൊരു 5 മിനിറ്റ് പോലും പലപ്പോഴും നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കാറില്ല. നമ്മൾ പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും ഒക്കെ പല സമയങ്ങൾ നമ്മൾ ചെലവഴിക്കാറുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നത് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ തീർച്ചയായും സെൽഫ് ലവ് ചെയ്യണമെങ്കിൽ, നമ്മൾ സ്വയം സ്നേഹിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റും. ദിവസവും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാനൊക്കെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ടിപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ മനസ്സിലാക്കുക എന്നത്. തീർച്ചയായിട്ടും ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ എല്ലാവരിലും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവാം, നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാവാം. നമുക്ക് ഇത് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് സാധ്യമാണ്. സ്വന്തമായിട്ട് നമുക്ക് പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുറവുകളെ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് സെൽഫ് ലവിന്റെ ഒരു ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു ടിപ്പായി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മളെ തന്നെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ നമ്മളെ അംഗീകരിക്കുക. ഇത് ഞാൻ പറഞ്ഞ മുന്നത്തെ ഒരു പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മുടെ അറിവുകളും കുറവുകളെയും നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ അംഗീകരിക്കാനായിട്ട് സാധിക്കുക, നമ്മളെ ബഹുമാനിക്കാനായിട്ട് സാധിക്കുക. നമുക്ക് സ്വന്തമായി ബഹുമാനിക്കാനും അംഗീകരിക്കാനും സാധിക്കുമെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കുക. ഇത് നമ്മുടെ സെൽഫ് ലവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്തതായി നമ്മൾക്ക് ചെയ്യാനുള്ളത്, നമ്മളെ സെൽഫ് അപ്രിസിയേറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നേട്ടം ഉണ്ടാകുമ്പോൾ അവരെ കൺഗ്രാറ്റ്സ് ചെയ്യാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം നേടുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മളെ സ്വയം അഭിനന്ദിക്കേണ്ടതുണ്ട്. നമ്മളെ സെൽഫായിട്ട് നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ യു ആർ ഗുഡ്, യു ആർ ഓക്കെ, യു ആർ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് നമ്മളോടുള്ള ബഹുമാനവും അതുപോലെ തന്നെ നമ്മളോടുള്ള സ്നേഹവും വളരെ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യർക്കും കഴിവുകളുണ്ട്. പലതരം കഴിവുകളാണ് മനുഷ്യർക്കുള്ളത്. നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കാം, കഥ എഴുതാൻ കഴിവുണ്ടായിരിക്കാം, അതുപോലെ തന്നെ നൃത്തം ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. ഇതിൽ ഏത് കഴിവാണോ നമുക്കുള്ളത്, നമുക്ക് ഏതിനാണോ താല്പര്യമുള്ളത്, അതിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ എല്ലാ സെൽഫ് ലവ് ടിപ്സുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ചാനലിൽ പുതിയ പുതിയ വിഷയങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.